ചെറ്റത്തരം കാണിച്ചവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പിടിച്ച് പുറത്താക്കണം എന്നാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത്. എത്രമാത്രം മര്യാദ കെട്ടിയൊരു ഗെയിമാണ് ആര്യം കളിച്ചത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് ഇന്നലെ നടന്ന ഒരു സംഭവം. അതായത് മസ്താനിയും അതുപോലെ തന്നെ ആര്യനും ചേർന്നിട്ട് ആര്യൻ ഇങ്ങനെ കണ്ണുണ്ടാക്കുക, ഇങ്ങനെ കണ്ണുണ്ടാക്കുക, എന്താ എന്നെ തള്ളു, ഞാൻ പോയിട്ട് അങ്ങ് പുറകിൽ വീഴുമ്പോൾ പിടിക്കുക. ഇതുപോലെ ഇല്ലേ ഇങ്ങനെയുള്ള രംഗങ്ങൾ. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ചവിട്ടി പുറത്താക്കണ്ടായിരുന്നു. അല്ല, ഇവനൊന്നും വെച്ചോണ്ടിരിക്കാനേ പാടില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ചിന്താഗതിയും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. പച്ച മലയാളത്തെ പറയും, ഇവൻ്റെ ഒന്നും തന്തയും തള്ളിയൊന്നും ഇത് കാണുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇവനൊക്കെ സഹോദരിമാരും മറ്റവരൊക്കെ ഉണ്ടാവില്ലേ, ഇവനൊക്കെ എന്നിട്ട് ഇമാതിരി തോന്നിയവാസം കളിക്കുന്നു. എന്നിട്ട് അനുമോൾ എന്നെ അങ്ങനെ പറഞ്ഞു, അനുമോൾ എന്നെ ഇങ്ങനെ പറഞ്ഞു. അനുമോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഫാമിലി അടക്കം എല്ലാവരും എടുത്ത് കാണുന്ന സാധനം, അവിടെ രണ്ടുപേർക്ക് മാത്രം ഒന്നിച്ച് കെട്ടിപ്പിടിക്കണം, ഒന്നിച്ച് കിടക്കണം, ഒരു പതപ്പിൻ്റെ ഉള്ളിൽ കൂടണം. എന്തോ ആഭാസമാണ് ഇത്. ഇനി എന്തോ ഇത് മറ്റേ സദാചാരം എന്നൊന്നും പറഞ്ഞു പോകണ്ട. എല്ലാവരും പിന്നെ അവരുടെ ഷക്കീലിൻ്റെ മറ്റേ പഴയ പടങ്ങൾ അതാരെങ്കിലും ഒരുമിച്ചിരുന്നാണോ പിള്ളമാരുടെ കൂടെ? അതുപോലെ ആക്കരുതെന്ന് എനിക്ക് പറയാനുള്ളായിരുന്നു. അതായത് ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ഒരു വീട്ടിൽ ടി വി കാണുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ 10 പേർക്ക് 10 തരം ടി വി ഒന്നുമില്ല വീട്ടിൽ. അപ്പോൾ എല്ലാവരും വന്ന് കാണുമ്പോൾ അതിൻ്റെ മാന്യത പുലർത്തണം. അത് പറയുന്നതിന് യാതൊരു ഇതുമില്ല. എല്ലാവരും കാണുന്ന ഷോ തന്നെയാണ്. അത് അനുമോള് പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരെ നാക്കരിയാനൊന്നും നിൽക്കണ്ട. അല്ല, ലാലേട്ടനായാലും ശരി, ബിഗ് ബോസ് ആയാലും ശരി, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നലെ എന്നിട്ട് ഇനിയിപ്പോൾ അനുമോളെ നാറ്റിക്കാനാണോ എന്നറിയില്ല, അനുമോളെ പോയിട്ട് ബാക്കിൽ മസ്താനി പിടിച്ച് തള്ളുക, മറ്റവൻ പോയിട്ട് എന്നിട്ട് അനുമോളെ പുറകിലങ്ങ് പോവുക. ആ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ എന്തോ പിടിക്കുക. എന്തൊരു വൃത്തികെട്ടവനാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനും അവിടെ പറയാനും ചോദിക്കാനും ഒന്നുമില്ല. ഈ ബിഗ് ബോസ് ഇല്ല, ലാലേട്ടനില്ല, ആരും ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന പോലെയാണ്. അവിടെ ഈ ജിസൈലിനെയും ആര്യനെയും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഇവരങ്ങ് സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. ഇതെന്നാ പിന്നെ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന് ജീവികളെ കയറ്റാണോ? പറയേണ്ടത് കാര്യങ്ങൾ പറയണമായിരുന്നു. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, മാന്യത തന്നെ വേണമായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കളി കാണാൻ നിൽക്കുന്നത് നമ്മൾ നെറ്റും പൈസയും ഒക്കെ കൊടുത്തിട്ടാണ്, ഫ്രീ ഒന്നുമല്ല. ഈ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് വെറുതെ ഒന്നും കിട്ടുന്നൊന്നുമല്ല, നല്ല പൈസ മുടക്കിയിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ അകത്ത് മാന്യതയില്ലാത്ത സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കും. അതാരായാലും ശരി. നിങ്ങൾ എന്നിട്ട് ഇത് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സദാചാരവാദിയായി, അയാൾ 80-ലെ അമ്മാവനായി, അയാൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? അവിടെ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം. അതായത് ചില ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പുരോഗമനവാദിയാന്ന് പറയേ, കപട പുരോഗമനവാദികൾ എന്ന് ഞാൻ ഈറ്റുകൾ വിളിക്കത്തുള്ളൂ. അതായത് വെറുതെ പറയുന്നതാണ്. പക്ഷെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ അവള് കണ്ട, അവള് കരുത്ത് കണ്ട. പക്ഷെ അനുമോൾ എന്താ അത് തുറന്നു പറഞ്ഞു. അപ്പം അനുമോളെയായിരിക്കും കണ്ടുകൂടാ. തുറന്നു പറയുന്നവരെ അവിടെ കുറ്റക്കാരാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസയിലായാലും ആര്യനായാലും അവിടെ കിടന്നിട്ട് കാണിക്കുന്ന ചില കാര്യങ്ങളും, അതുപോലെ ആര്യൻ എന്ന് പറയുന്നവന് യാതൊരുവിധ മാനേഴ്സുമില്ല. എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല, എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. എന്തോ ആര്യോ റെക്കമെൻഡ് കൊണ്ട്, എനിക്ക് തോന്നുന്നത് ശോഭാ വിശ്വനാഥിനെ പോലെയുള്ള ആൾക്കാരുടെ റെക്കമെൻഡേഷനാണെന്ന് തോന്നുന്നത്. അപ്പം റെക്കമെൻഡ് കൊണ്ട് വന്നത് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നേരായ വഴിക്കം കയറ്റാൻ ഇവനെങ്കിൽ ഇവനൊന്നും ഒരാൾ പോലും ഈ ഷോയിൽ കയറ്റത്തില്ല. അപ്പോൾ റെക്കമെൻഡും കൊണ്ട് വന്നിട്ട് ഇവൻ എന്തോ ഒരു തേങ്ങയാർന്ന് വിളിക്കുന്നോ, എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം നടത്തുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇവൻ ഇന്നലെ അനീഷിനോട് കാണിച്ച തോന്നിയവാസവും പോക്കൃത്തരം ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും വൃത്തികെട്ട ലെവലിലാണ് ഇവനൊക്കെ കളിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദിക്കാനും പറയാനും ഒരു മനുഷ്യന്മാരില്ല. എന്ത് കളിയാണ് ഇവർ കളിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് മസ്താനീനൊന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റേ കുലസ്ത്രീ ഉണ്ടല്ലോ, മറ്റേ ലക്ഷ്മിയ, ആ ലക്ഷ്മിയാണെങ്കിൽ വന്നിട്ട് അതിനപ്പുറത്ത്. അതായത് ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മിനൊന്നും തന്നെ ഒരു തരത്തിലും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് ഒരു തരത്തിലുള്ള എന്നാൽ പ്രേക്ഷകരെ പോലും വില വെക്കാത്ത ഒരു ടീമാണ്. പ്രേക്ഷകർക്ക് പോലും പുല്ല് വിലയാണ്. എന്തോ ഞാൻ വലിയ എന്തോ ഒരു രാജാവ് വന്നാ, എന്തോ ഞാൻ വലിയ UK എന്ന് വരുന്നതാണ്, ഞാൻ വലിയ പണക്കാരിയാണ്, ഇല്ലെങ്കിൽ ഞാൻ വലിയൊരു സംഭവമാണ് എന്നുള്ള എന്തോ ഒരു ഭാവം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവർ എവിടെയെങ്കിലും അവരാരെങ്കിലും നല്ലത് പറയുന്നില്ല, ഒരാൾ പോലും നല്ലത് പറയുന്നില്ല. അവരുടെ പണി എന്താ? ഒരു കണ്ടന്റും ഇല്ലാതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഏഷണി കിട്ടുമോ എന്ന് നോക്കി നടത്തുകയാണ്. വേറെ ഒന്നുമല്ല. എന്തെങ്കിലും ഒരു കണ്ടന്റ് എവിടെ നിന്ന് ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മസ്താനിയും അതുപോലെ തന്നെ ലക്ഷ്മിയും കൂടിയിട്ട് കുറേ പണിയെടുത്തിന്. എന്താ പണി? ഓനിയലിനെ പുറത്താക്കാൻ. അതുകൊണ്ട് എന്താ ഒരു കണ്ടന്റും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഓനിയൽ ഇന്നലെ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാറായി വളർന്നു. അതാണ് അവിടെ നടന്നിരിക്കുന്നത്. ഓനിയലിനെ ആരും ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല, ആരും ശ്രദ്ധിക്കലുമില്ല, ആരും പറയലുമില്ല. പക്ഷെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓനിയലുണ്ടല്ലോ എല്ലാവരുടെയും പുന്നാര മകനായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതെന്തുകൊണ്ടാ? അത് ഈ മസ്താനിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയും കൊണ്ടാണ്. കാരണം ഇവര് രണ്ടുപേരുമാണ് ഇതിന്റെ പുറകില്. അപ്പൊ ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുക? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, ഈ ബിഗ് ബോസ് എങ്ങോട്ടാ പോകുന്നതെന്ന് പഠിച്ച തമ്പുരാന് പോലും അറിയില്ല.
അതുപോലെയല്ല പോക്കാന്ന് പോകുന്നത്. അതായത് ഏത് വഴിയാ പോകുന്നത്, ഏതിലൂടെയാ പോകുന്നത് എന്ന് ഒരാൾക്ക് പോലും അറിയില്ല. കാരണം ഇവരെന്തൊക്കെയോ കാണിക്കുന്നത്. അതിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിന് കൃത്യമായിട്ടെന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട്. അതുപോലെ തന്നെ ആർക്കാണ് കപ്പ് കൊടുക്കേണ്ടതെന്നുണ്ട്, ആരെയാണ് ഉയർത്തി കൊണ്ടുവരേണ്ടതെന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എല്ലാം തീരുമാനിച്ചു വെച്ചതുപോലെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്ക് പല തരത്തിലുള്ള കണ്ടന്റുകളാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് കണ്ടവർക്കറിയാം അവിടെ എന്തൊക്കെയാണ് എഡിറ്റ് ചെയ്ത് കളയുന്നത്, ആരെയാണ് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അക്ബറിനെ ഉയർത്തി കൊണ്ടുവരാനാണ് നോക്കുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളും അതുപോലെ അനീഷുമാണ്. ഇവരെങ്ങനെയെങ്കിലും ഒന്ന് തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ആവുന്ന കളി ഇവർ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഒക്കുന്നില്ല. കാരണം എന്താ, അതായത് അക്ബർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി പരിവാക്കി ഉടുവലിന്ന് ആ പെണ്ണ് ഇന്നലെ എന്തോ ഒരു കാര്യം പറഞ്ഞു, എന്തോ പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിനെ തേച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു, ഇത് സ്റ്റാർ സിംഗർ അല്ല പാട്ടുപാടി ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് അക്ബർ ഇല്ലാതായി പോയി. അങ്ങനെ പലതരത്തിലും തന്നെ നിവിൻ ആരെയോ വിഷന്ന് വിളിച്ചു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ബേഡിക്ക് കൊണ്ടിടുക. ഇങ്ങനെ അനുമോളെ എങ്ങനെയെങ്കിലും ഒന്ന് നെഗറ്റീവാക്കി കിട്ടണം ഇവർക്ക്. അനുമോളെ എല്ലാവരും അങ്ങ് വെറുക്കണം. അപ്പോൾ മാത്രമാണ് ഇവർക്ക് കപ്പ് ഇവർക്ക് ഉദ്ദേശിച്ചാൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴവിടെ കപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ അനുമോളും അനീഷും മാത്രം, വേറെ ഒരാൾ പോലും ഇല്ല. പക്ഷെ ഇവർക്കാണെങ്കിൽ ഈ അനുമോൾക്കും അനീഷും കൊടുക്കാൻ തീരെ താല്പര്യവും ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഏത് പോളിട്ട് കഴിഞ്ഞാലും ഇനി എന്തിട്ട് കഴിഞ്ഞാലും അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ അനീഷ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അനുമോളായിരിക്കാം. പക്ഷെ വേറെ ഒരാൾ പോലും അവിടെ വരുന്നില്ല. അതായത് ഈ പിന്നെ ഈ പറയുന്ന എന്താ പറയേണ്ടത്, ബാക്കിയുള്ള എല്ലാവർക്കും 7%, 9%, 13% വരുന്നത്. പക്ഷെ ഇവർക്കൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ 85, 90, 100%. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അനുമോളെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാക്ക് കപ്പ് കൊടുക്കാലോ. അത് തന്നെയാണ് ബിഗ് ബോസും ആലോചിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 50ാമത്തെ ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ നല്ല ഗെയിമും നല്ല കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് അനീഷും അതുപോലെ തന്നെ അനുമോളും തന്നെയാണ്. ഇനി അവരെ തഴയാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ അവരുടെ കണ്ടന്റുകൾ വേണമെങ്കിൽ വളച്ചൊടിച്ചിട്ടെല്ലാം കൊണ്ടുവരാം. പക്ഷെ എന്നാലും ഒരു കാര്യം പറയുകയാണ്, മനുഷ്യ മനസ്സിൽ അവരെ സ്ഥാനം പിടിച്ചു. ഇനി അവരെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ജനങ്ങളുടെ ഇടയ്ക്ക് ഇനി നെഗറ്റീവ് ആക്കി കളയാന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം 2 ദിവസം അനുമോൾ അവിടെ മിണ്ടാതിരിക്കുമ്പോഴേക്ക് ബിഗ് ബോസ് ഹൗസ് പിന്നെ ഇങ്ങനെ ഉറക്കായിരുന്നു. എല്ലാവരും ഉറക്കാണ്. കാരണം എന്താ, മോഹൻലാൽ പറഞ്ഞല്ലോ, നീയാണോ ഇവിടെ റേറ്റിംഗ് കൊണ്ടുവരുന്നേ? അങ്ങനെ ആരും റേറ്റിംഗ് ഒന്നും കൊണ്ടുവരുന്നില്ല. എന്തിലാലേട്ട നിങ്ങൾ എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിനല്ലേ അവിടെ റേറ്റിംഗ് കൊണ്ടുവരുന്നത്, അനുമോളല്ലേ അവിടെ കണ്ടന്റ് കൊണ്ടുവരുന്നത്. അനുമോളും അനീഷും അവിടെ മിണ്ടാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, നന്മ മരങ്ങളായിരിക്കും ഫുള്ള്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്ന് അനുമോളെ പൊരിക്കുമ്പോൾ ലാലേട്ടൻ ഇപ്രാവശ്യം വന്നിട്ട് മാപ്പ് പറയും. കാരണം അയാൾക്കും മനസ്സിലായിനി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലിപ്പിങ്സുകൾ വരുന്നുണ്ട്, അതിനകത്ത് കൃത്യമായിട്ടുണ്ട് അനുമോൾ കണ്ടത് എന്താണെന്ന്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അടിച്ച് പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ ഹൈപ്പ് നിങ്ങൾ മറക്കല്ലേ. നന്ദി, നമസ്കാരം.